ഇന്ത്യൻ ആർമിയിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് NCC സ്പെഷ്യൽ എൻട്രി ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികയിലേക്കായിരുന്നു വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അത്യന്താപേക്ഷികമായിട്ടുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോ കണ്ട് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് ഇതായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളും ഈ തസ്തികയുമായി ബന്ധപ്പെട്ട് മുഴുവൻ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ ലാസ്റ്റ് ഡേറ്റ് ആവാനായതുകൊണ്ട് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ വിവരങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്ത്യൻ ആർമി ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ള NCC സ്പെഷ്യൽ എൻട്രീൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആർമിയിലേക്ക് ഒരു ഡയറക്റ്റ് എൻട്രി ആണ് ഇതിലൂടെ വരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇതിൽ അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിനാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അവിവാഹിതരായിട്ടുള്ള കുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്കാണ് നിങ്ങൾ ഡയറക്റ്റ്ലി എൻ്റർ ആവാൻ പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഡയറക്റ്റ്ലി നിങ്ങൾ പോകുന്നത് ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്കാണ്. ഷോർട്ട് സർവീസ് കമ്മീഷൻ, പെർമനൻറ്റ് കമ്മീഷൻ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അതിൻ്റെ ലിങ്ക് ഇതായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഷോർട്ടായിട്ടൊന്ന് പറയാം. ഷോർട്ട് സർവീസ് കമ്മീഷൻ നിങ്ങൾക്ക് 10 വർഷം സർവീസ് ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും 4 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാം. മറ്റേ പെർമനൻറ്റ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് പെർമനൻ്റ് ആണ്. ഏത് കാലവും നിങ്ങൾക്ക് ലോങ് ആയിട്ട് ഈ 10 വർഷമോ 14 വർഷമോ എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഇല്ലാതെ അങ്ങനെ പോകും. എനിവേ അതൊക്കെ നമ്മൾ മുൻപ് ചർച്ച ചെയ്തതാണ്. ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ അതൊന്നും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആവാനായതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപേക്ഷിക്കാൻ അത്യന്താപേക്ഷികമായിട്ടുള്ള ഏജ് ലിമിറ്റ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത, ഇതൊക്കെ നോക്കാം. ഇതിൽ തന്നെ 2 നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കുക. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപ്ലൈ ചെയ്യാം. അതുപോലെ 19 വയസ്സ് മുതൽ 25 വയസ്സ് വരെ 19 to 25 ഇയേഴ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 1 ജൂലൈ 2024 പ്രായം കണക്കാക്കുന്ന തീയതി. അതുപോലെ തന്നെ 2 ജൂലൈ 1999 1 ജൂലൈ 2005 ഈ ഒരു ഡേറ്റിലോ അല്ലെ ഇതിൻ്റെ ഇടയിലോ ആണോ നിങ്ങൾ ജനിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ദെൻ അതുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കേണ്ട ക്വാളിഫിക്കേഷൻ, അതുപോലെ അതർ ക്രൈറ്റീരിയാസ് നോക്കുകയാണെങ്കിൽ ഫോർ NCC C സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. NCCയിലെ C സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഗ്രി വേണം. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വരെയുള്ള ഡിഗ്രി വേണം. ഡിഗ്രിയിൽ 50% മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ഫൈനൽ ഇയർ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 4 വർഷത്തെ ഡിഗ്രി ആണെങ്കിൽ അവസാനത്തെ 3 വർഷം നിങ്ങൾക്ക് 50% മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ 3 വർഷത്തെ ഡിഗ്രി പഠിക്കുകയാണെങ്കിൽ അവസാനത്തെ 2 വർഷം 50% മാർക്ക് അഗ്രിഗേറ്റ് നിങ്ങൾ സ്കോർ ചെയ്യാൻ സാധിച്ചിരിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അറൗണ്ട് നിങ്ങൾ 50% മാർക്ക് ഫൈനൽ ഇയേഴ്സിൽ, അതായത് ഇപ്പോൾ അവസാന വർഷം പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാം. അതിന് മുൻപുള്ള വർഷങ്ങളിൽ നിങ്ങൾ 50%-ത്തിൽ കൂടുതൽ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾ എലിജിബിൾ ആകുന്നത്. അപ്പോൾ ഫൈനൽ ഇയേഴ്സിന് അപ്ലൈ ചെയ്യാം. പക്ഷേ C സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. NCCയിൽ C സർട്ടിഫിക്കറ്റ് വേണമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇതേ നോട്ടിഫിക്കേഷനിലെ മറ്റൊരു തസ്തികയെക്കുറിച്ച് പരാമർശിക്കുന്ന കാര്യം തുടക്കത്തിലേ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിലേക്ക് കടക്കുകയാണെങ്കിൽ ആർമിയിലുള്ള കുട്ടികൾക്ക്, അതായത് ആർമിയിലുള്ള ജവാന്മാരുടെ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. വീരമൃത്യുവൊക്കെ വരിച്ചിട്ടുള്ള ജവാന്മാരുടെ കുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അൺമാരീഡ് ആയിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അൺമാരീഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. പിന്നെ ലീഗലി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പട്ടാളക്കാരെങ്കിലും ലീഗലി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അവർ വീരമൃത്യു വരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കൾക്കും, അതായത് ലീഗലി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് പറയുന്നത് കിൽഡ് ഇൻ ആക്ഷൻസ്, അല്ലെങ്കിൽ ഇഞ്ചറീസ് കൊണ്ടോ മറ്റൊന്നും കാരണം കൊണ്ടോ വീരമൃത്യു വരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇഞ്ചേർഡ് ആയിട്ടും വോണ്ടഡ് ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മിസ്സിംഗ് ആണ്, പിന്നെ മരിച്ചു എന്ന് കണക്കാക്കുന്നതാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. ഇവിടെ ഒരു കേസ് എന്ന് പറയുന്നത്, ഇവിടെ പ്രത്യേകം പറയുന്നത് ഡിഗ്രിയിൽ 50% മാർക്ക് മാത്രം മതി. മറ്റൊരു കാര്യവും ചോദിക്കുന്നില്ല. അതായത് NCC സർട്ടിഫിക്കറ്റോ മറ്റൊരു കാര്യങ്ങളും റിക്വയർഡ് അല്ല. ഇവിടെ പറയുന്നുണ്ട് NCC സർട്ടിഫിക്കറ്റ് നോട്ട് റിക്വയർഡ്, ജസ്റ്റ് ഡിഗ്രിയിൽ 50% മാർക്ക്, അത് മാത്രമേ നിർബന്ധമായിട്ടും ചോദിക്കുന്നുള്ളൂ. പിന്നെ പ്രായപരിധിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജനറൽ കാറ്റഗറീൻ്റെ സെയിം തന്നെയാണ്. ആകെയുള്ള മാറ്റം NCC സർട്ടിഫിക്കറ്റ് ഇവിടെ വേണ്ട. ബാക്കിയൊക്കെ നമ്മുടെ ജനറൽ കാറ്റഗറി ആയിട്ട് ഓക്കെയാണ്. അതേ സിമിലർ പാറ്റേണിലാണ് വരുന്നത്. ഇതിൻ്റെ വേക്കൻസി നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്ക് NCC സ്പെഷ്യൽ എൻട്രി പുരുഷന്മാർക്ക് 50 ഒഴിവുണ്ട്. 45 ജനറൽ കാറ്റഗറിക്കും 5 ആർമിയിലുള്ള ജവാന്മാരുടെ മക്കൾക്കുമാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളതിലേക്ക്. അതുപോലെ തന്നെ NCC വുമണിന് 5 ഒഴിവുണ്ട്. 4 ജനറലും 1 അതായത് ആർമിയിലുള്ളവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടുമാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഇതിൻ്റെ സാലറി, ബാക്കിയുള്ള ട്രെയിനിങ് പീരീഡ് 49 വീക്ക്,
ഓഫീസർ ട്രെയിനിങ് അക്കാഡമി OTA ചെന്നൈയിലാണ്. അവിടെയാണ് ട്രെയിനിങ് ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഒരുപാട് സാലറി, ആനുകൂല്യങ്ങൾ, അലവൻസ് എല്ലാം ഉണ്ട്. പിന്നെ ലെഫ്റ്റനന്റ് ആയിട്ടാണ് നിങ്ങളുടെ പോസ്റ്റിംഗ് ലഭിക്കുക. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അത് നിങ്ങൾക്ക് അവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊന്നും പറയുന്നില്ല. ഒരുപാട് സാലറി, അതുപോലെ തന്നെ സാലറി മീൻസ് ഒരുപാട് സാലറിയും അതുപോലെ മറ്റൊരുപാട് അലവൻസും അതൊക്കെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിനെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ആപ്ലിക്കൻറ്റിനെ. എന്നിട്ട് അവരെ SSB ഇൻ്റർവ്യൂവിന് വേണ്ടി ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ സെലക്ടഡ് ഡേറ്റ് ഓഫ് SSB ഇൻ്റർവ്യൂ. അവർ SSB ഇൻ്റർവ്യൂ ഡയറക്റ്റ്ലി പോവുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡയറക്റ്റ്ലി ഒരു SSB അറ്റൻഡ് ചെയ്തിട്ട് ജോലി നേടാൻ സാധിക്കും. അപേക്ഷിക്കുന്ന എല്ലാവരെയും SSBക്ക് ക്ഷണിക്കത്തില്ല. ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് ആപ്ലിക്കൻസ് ഉണ്ടാവും. അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. വിവിധ ക്രൈറ്റീരിയൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവരെ ആയിരിക്കും SSBയിലേക്ക് ക്ഷണിക്കുക. SSB ഇൻ്റർവ്യൂവിന് വേണ്ടി ക്ഷണിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 8 ജനുവരി 2024 തുടങ്ങിയ അപേക്ഷയാണ്. 6 ഫെബ്രുവരി 2024 വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം. വളരെ പെട്ടെന്ന് www.joinindianarmy.nic.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഈ തസ്തികയുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ താഴെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ലിങ്ക് നമ്മൾ മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ഡീറ്റെയിൽസ് ഇതിലുണ്ട്, സാലറി, അലവൻസ്, ബാക്കിയുള്ള നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ജവാന്മാരുടെ കുട്ടികളുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, ഷോർട്ട് സർവീസ് കമ്മീഷൻ, ഇതിനെപ്പറ്റിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ മുഴുവൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കയറി മനസ്സിലാക്കാം. മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.